തലയിൽ ഇത്ര എണ്ണ ഇടലേ അമ്മൂമ്മ എടുത്ത് പറയണം കേട്ടോ. എണ്ണ പാടുവാണതിലൊക്കെ നോക്ക്, ജട കൂടിയൊക്കെ നോക്ക്. ഞാൻ നോക്കിയിരുന്നപ്പോ ഒരു കുഴപ്പമില്ലാത്ത മുടിയായിരുന്നു. കണ്ടാ? ഓക്കെ, ഇപ്പൊ പുറത്തു വരണില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിക്ക് മുടി ഇങ്ങനെ ചീവി കൊടുക്കണം. അല്ലെങ്കിൽ നിറയെ ജട കൂടി ഇങ്ങനെ മുടി പൊട്ടി പൊട്ടി വരും. കണ്ടാ? കണ്ടാ? ഇവിടെ അമ്മൂമ്മ എന്റെ കാര്യം നേരിച്ചു നോക്കുന്നൊന്നുമില്ലേ? അമ്മൂമ്മയുടെ എന്റെ കാര്യം നോക്കാൻ പറയല്ലേ. പിന്നെ എന്റെ കട്ട പുകയെ ஆருக்கு முடி இப்படி சீகினாலே ரொம்ப அழகா இருக்கு. അതെല്ലാരും പറയും. എന്തോന്ന് ഞാൻ ഭയങ്കര സുന്ദരിയാണ്. എന്റെ അമ്മോ, എന്റെ പൊന്നളിയാ, ഇതാണ് മറക്കെ കാര്യം. ഓരോരുത്തന്മാരും ഓരോ വിറ്റ് കേസിട്ടാണ്. എവന്റെ ഒക്കെ കൂടെ ഒരുമിച്ച് ടൂർ വല്ലതും പോയാലുണ്ടല്ലോ തള്ളേ. പക്ഷെ അമ്മാരെല്ലാം അടിപൊളി പീപ്പിൾ ആട്ടാ. അത് പിന്നെ സ്വാഭാവികം. ആരുടെ കൂട്ടുകാര് നമ്മുടെ അല്ലേ. എന്താണ് അളിയനോട് ചിരിച്ചങ്ങ് തള്ളുവാണല്ലോ. അയ്യോ എന്റെ മോളെ ഒന്നും പറയണ്ട. ഇവന്റെ കമ്പനിക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുവായിരുന്നു. അപ്പൊ കൊറേ ചിരിക്കാൻ കാണും. എന്താ അല്ല, നിന്റെ എല്ലാ കമ്പനിക്കാര്. അനാന്റെ എന്താണ് സ്പെഷ്യല്? இன்னைக்கு தோசை சாம்பார். തോക്കാറില്ലേ ഇത്? நேத்தைக்கு கூட சரியாக்கினேன்டா. ഇതാര് ഷിബു റോക്സാ? കുറെ നാളായിട്ട് ഈ വഴിക്കൊന്നും കാണാറില്ലായിരുന്നല്ലോ. എവിടെ ആയിരുന്നു? അതെ, ഞാൻ ഇപ്പൊ ഈ വഴിക്കൊന്നും വരാറില്ല. കുറച്ച് തിരക്കാ, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചേച്ചി വരുന്ന എങ്ങനെങ്കിലും ഒക്കെ അറിയല്ലേ. അല്ല, എന്താരും ഇരിക്കാൻ പറയാത്തെ? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന്. വീട്ടിൽ കയറി ഒന്നിടത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇവിടെ നമ്മളൊക്കെ ഒത്തിരി മാറി തുടങ്ങി. ഞാനും മാറി തുടങ്ങി. അല്ല, കനാന്റെ ഇപ്പൊ ജ്യൂസും നാരങ്ങളൊന്നും ഇല്ലേ? നാരങ്ങ ഉള്ളത് നാരങ്ങയില്ല, ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഫ്രൂട്ട്സ് ഇല്ല. പച്ചവെള്ളം മതിയെങ്കിൽ ആന്റി എടുത്തോണ്ട് വരും. മതിയാ ആന്റി? ഇത്തിരി വെള്ളം എടുത്തോണ്ട് വന്നേ ആന്റി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞ വഴിക്ക് ജ്യൂസ് കുടിച്ചിട്ട് വന്നേ. ജ്യൂസാ? നീ റിച്ചായ? എനിക്ക് നിന്ന് സമയം കളയാനില്ല, എനിക്ക് വേഗം പോണം. അതിന് നമ്മളാരും പിടിച്ചു നിർത്തിയിട്ടില്ലല്ലോ. പോണ്ടപ്പോ പൊക്കോ. നല്ല തമാശ, കൊള്ളാം. അയ്യോ, തമാശയല്ല, കാര്യമായിട്ടും പൊക്കോ. ശിവേ, എന്താണ് ഭയങ്കര ജാടയിലാണല്ലോ? ഇത് ജാടയൊന്നുമല്ല, എനിക്ക് രണ്ടിലൊന്നും അറിയണം, അതിനുവേണ്ടി വന്നത്. മനസ്സിലായില്ല. എനിക്കറിയാം, നിങ്ങൾക്ക് എന്നെ ഉൾക്കൊള്ളാനും കഴിയുന്നില്ല, തള്ളിക്കളയാനും കഴിയുന്നില്ല. ശിവയുടെ അവസ്ഥയും അത് തന്നെ. എന്റെ അവസ്ഥയെ നിനക്ക് എന്താ? രാവിലെ വല്ല ജോലി പോയി ചെയ്യാൻ നോക്കൂ. അവസ്ഥ നോക്കാൻ നടക്കുന്നു. എനിക്കൊരു പേടിയില്ല. ഞാൻ ഈ കാര്യം നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി പറയാൻ വേണ്ടി തന്നെയാണ് വന്നത്. മോനെ, എന്താ നിന്റെ പ്രശ്നം? ഈ കുരിപ്പ് ഇപ്പൊ എവിടെന്നാ പൊട്ടി മുളച്ചേ? എനിക്കറിയാൻ പാടില്ല. എവിടെന്നെങ്ങാണ്ട് വലിഞ്ഞു കയറി വന്നിട്ട് എന്നാലൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. എന്താടാ നിനക്ക് വേണ്ടത്? ശിവ, നീ നിർത്താനോ? വീട്ടിൽ കയറി വന്നിട്ട് നിർത്താൻ പറഞ്ഞ നീ ആരടാ? മര്യാദയ്ക്ക് വല്ല വെള്ളം മേടിച്ചു കുടിച്ച് ഇറങ്ങി പോകാൻ നോക്കി. അതെ അളിയാ, അങ്ങനെ ഞാൻ ഇറങ്ങി പോകാൻ വേണ്ടിട്ടല്ല ഇവിടെ വന്നത്. ഇന്ന് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയണം. എന്റെ കാര്യത്തിൽ തീരുമാനം ഞാൻ എന്നേ ഉണ്ടാക്കിയാണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വായിച്ചിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ മനസ്സിൽ എവിടെയോ നിനക്ക് വേണ്ടി ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ തള്ളിക്കളയാനും പറ്റുന്നില്ല, സ്വീകരിക്കാനും പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ നിങ്ങളൊക്കെ വിട്ട് പോകാനും പറ്റുന്നില്ല. വേണമെങ്കിൽ അമ്മൂമ്മ ചോദിച്ചു നോക്ക്. അമ്മൂമ്മക്ക് എന്നെ വലിയ ഇഷ്ടമാ അല്ലേ അമ്മൂമ്മ? അമ്മൂമ്മക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ അത് നീ ആയിട്ട് കളയരുത്. കളയരുത്, അത് ശക്തമാക്കണം. അത് ശക്തമാക്കണമെങ്കിൽ ഇപ്പൊ അളിയനെ പോലെ ഞാനും ഈ വീട്ടിലൊരു അംഗമാവണം. അംഗമാവണമെങ്കിൽ നിങ്ങളൊക്കെ മനസ്സ് വയ്ക്കണം. ശിവാനി എന്നും എന്റെ കൂടെ സേഫ് ആയിരിക്കും. അവളെ മോനെ ശിവുവേ, ഇറങ്ങടാ. ദേഹത്തോടല് ഉള്ള കാര്യം ഞാൻ പറയാം. ദേഹത്തോടെ സംസാരിക്കും. എന്നാ ശരി, നീ ഇറങ്ങ്.
ഇറങ്ങടാ ഇല്ല പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല. ഇറങ്ങടാ പറ്റൂലെന്നല്ലേ പറയണ. വീട്ടിൽ നിന്ന് ഇറങ്ങടാ. കേശു അറിയാല, ഷിബു റോക്സ് ആണ്. അളിയ ഷിബു ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോവില്ല, പറ്റത്തില്ല. ഡേയ്, ഇല്ല, ഡേയ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലെ നീ ഈ കാര്യം പറഞ്ഞോണ്ട് ഈ വീടിന്റെ പടി താണ്ടിയ നിങ്ങൾ എല്ലാരും ഒരു കാര്യം ആലോചിച്ചോ, ഒരു മൂർഖം പാവിനെ തല്ലി നോവിച്ചു വിട്ടത്. கண்ணே கண்ணான கண்ணே உன் மீது சாயவா உன்னான கையா பூ போல தீபாமா ஐயோ காலங்கள் தோறும் ആന്റി, ആന്റി എന്താ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്താ പോന്നെ? ഞാൻ കേട്ടിട്ടുണ്ടല്ലോ മധുരക്കാരി എല്ലാരും ആൾക്കാർക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറണെന്നൊക്കെ. ആന്റിയാണെങ്കിൽ എന്നെ കണ്ടിട്ട് തിരിക്കാതൊക്കെയാണ് പോയത്. അതെന്ത് പറ്റി? சிபு, எனக்கு உங்ககிட்ட ஒரு விரோதம் இல்லை. ஆனா நடக்காத ஒரு விஷயத்துக்கு இப்படி பின்னாடி வந்தா ஒரு பிரயோஜனம் இல்லப்பா. എനിക്കറിയാം ആന്റി, എനിക്ക് സൗന്ദര്യമില്ല, വിദ്യാഭ്യാസം ഇല്ല, എനിക്കതെല്ലാം അറിയാം. ആന്റി ഇനി എന്നെ കണ്ട് ചിരിക്കൊന്നും വേണ്ട, കുഴപ്പമില്ല. വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. சிபு அழாத. ഇല്ല ആന്റി, എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, അതൊന്നും ഷെയർ ചെയ്യാൻ എനിക്ക് ആരുമില്ല. அப்படி இருந்தா நீ என்கிட்ட சொல்லு, நான் கேக்குறேனே. എങ്ങനെ? சிபு, உனக்கு என்ன வருத்தம் இருந்தாலும் நீ சொல்லு, நான் கேக்குறேன். ആന്റി കേക്കൂ? கண்டிப்பா முழுசா கேப்பேன். പക്ഷെ എന്റെ വിഷമങ്ങൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാ ഞാൻ ഈ റോഡിന് നടുക്കുന്ന കരഞ്ഞു പോകും ആന്റി. അതുകൊണ്ട് ആന്റി എന്റെ കൂടെ ഷോപ്പിലോട്ട് വരുമോ? ஷாப்பா? ആമാ, ഷോപ്പ് അതാകുമ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ, എനിക്ക് അവിടെ നിന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പറയാലോ എന്റെ വിഷമങ്ങള്. இந்த பாரு சிபு, நான் கொஞ்சம் பொருள் தான் வாங்கியிருக்கேன், இனியும் நிறைய வாங்கறதுக்கு இருக்கு, அப்போ லேட் ஆகும். ആന്റി ആരും ഇല്ലാത്തവനല്ലേ, അതുകൊണ്ട് ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി തരുമോ? 10 நிமிஷம். 10 നിമിഷം. என்ன சீக்கிரம் விடணும். സീക്കിരം വിടാം. சரி. പോവാം. ബൈക്കുണ്ട്, ബൈക്ക്. பைக்கிலையா? ബൈക്കുണ്ട്, പോവാം. சீக்கிரம் விடணும். സീക്കിരം വിടാം. കേറ്. ஒரு நிமிஷம், ஒரு நிமிஷம், நான் பிடிக்கல. பிடிச்சாச்சு, போலாம். ഇറങ്ങിക്കോ. இங்கயா? ഇങ്ങ ഇതാണ് നമ്മുടെ കട. சிபு, உன்னோட கடை வந்து ராக் ஸ்டார் தானே, பின்ன இங்க செல் பேலஸ்? ഇത് സത്യം പറഞ്ഞ എന്റെ കൂട്ടുകാരന്റെ കടയാ. சரி, நம்ம எதுக்கு இங்க வந்தோம்? അതൊക്കെ പറഞ്ഞുതരാം, വാ അങ്ങോട്ട് വാ. അളിയ, ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആന്റി, എന്റെ ഫ്രണ്ട് ഒരു ആന്റി, അതായത്. வணக்கம். ஹலோ, உங்க பேர் என்ன? என் பேரு விஜயகாந்த். விஜயகாந்தா? அவர் எங்க ஊரு ஸ்டாரு. அப்படியா? உங்களுக்கு பிடிக்குமா அவரை? ரொம்ப பிடிக்கும். எனக்கும் தான். അല്ല, ആന്റിയുടെ മൊബൈലിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? இல்லையே. ഇല്ലേ? ഈ മെസ്സേജ് അയക്കാനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? இல்லப்பா. ഇല്ലേ? കോള് വിളിക്കുമ്പോഴാ? ஒரு பிரச்சனையும் இல்ல. കോൾ വിളിച്ചിട്ട് കട്ട് ചെയ്യുമ്പോ കട്ടായി പോകുന്നുണ്ടോ? போகுது. അപ്പൊ അത് ഭയങ്കര പ്രശ്നമല്ലേ? അത് വലിയ കംപ്ലൈന്റ് ആണ്. அது பெரிய பிரச்சனையா? പിന്നെ വലിയ പ്രശ്നമാണ് അത് ഫോണൊന്നും കൊടുത്താലും നോക്കട്ടെ. നോക്കട്ടെ. அதுல கால் வருது. അത് வந்து മറ്റേ ഇത് കസ്റ്റമർ കെയർ പരസ്യ ആഡ്, അത് കട്ട് பண்ணிட்டுமா? கட் பண்ணிக்கோ.
ஓ இது ரொம்ப വലിയ பிரச்சனை கோல் வருമ്പോ கட்டாயி போயிடுச்சு അപ്പൊ നമുക്ക് ഇത് ശരിയാക്കട്ടാ சீக்கிரம் கொடுப்பியா 5-10 മിനിറ്റ് അല്ലേ അതെ ബ്രോ சீக்கிரம் கொடுப்பா என்னோட வீட்ல எல்லாரும் தேடுவாங்க വേഗം ശരിയാക്കി തരാം പ്രശ്നമൊന്നുമില്ല നോക്കട്ടെ சிபு ஆ? நீ வரும்போது சொன்னேல்ல உனக்கு ஏதோ வருத்தம் இருக்குன்னெல்லாம் ஆமா வருத்தம் இருக்கு ஆனா வருத்தம் ഞാൻ சொல்றேன் ஆனா ഇത് ഒന്ന് ശരിയാക്കി പോയിട്ട് പറ്റുമോ ഓക്കെ சீக்கிரம் கொடுப்பா വേഗം വരാം ആന്റിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തോ ഞാൻ പൈസ കൊടുത്തോളാം ദാ ഈ സ്പ്രേ ഒക്കെ എടുത്ത് വെച്ച് അടിച്ചു നോക്ക് இங்க மிளகாத்தூள் மல்லித்தூள் அதெல்லாம் கிடைக்காதா അയ്യോ മുളകാത്തൂള് മഞ്ഞത്തൂളൊന്നും ഇല്ല മൊബൈലിന്റെ കേസ് അല്ല ചാർജർ ഇതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോ അല്ലെ സ്പ്രേ എടുത്ത് വെച്ച് അടി നല്ല മണമുണ്ട് അത് ആ? ആഹാ. சீக்கிரம் கொடுப்பா വേഗം വരാന്ന് ഇത് കുഴപ്പമില്ല ശരിയാക്കിട്ട് എന്ത് കുഴപ്പം ഞാൻ ഇരിക്കല്ലേ പേടിക്കല്ലേ അതെ ആന്റി ഇത് നോക്കിയോ ഞാൻ അത് അപ്പുറത്താണ് മെക്കാനിക് ഇതിന്റെ ശരിയാക്കണാണുള്ളത് അവിടെ ഒന്ന് ശരിയാക്കിട്ട് വേഗം വരാം 5 മിനിറ്റ് சரி சீக்கிரம் வா ആ ജ്യൂസ് വേണമെങ്കിൽ ആന്റി കൂട് ഓ. കേട്ടാ ആ ശരി ആ ശരി എപ്പോ നോക്കിയാലും മല്ലിത്തൂള് മുളകാത്തൂളെന്ന് പറഞ്ഞ് നടക്കും. എന്റെ കൊച്ച നീ അത് കരണ്ട് തിന്നാതെ കടിച്ചു തിന്നു ആ ഇങ്ങനെ അറിയാൻ വിളിക്കുന്നു. പറയണ്ടി ഇത് കനവല്ല റോക്സ് ഷിബു റോക്സ് ഹലോ അല്ല കനകാന്റിയുടെ ഫോൺ ഇന്ന് നിന്റെ കയ്യിൽ കിട്ടി ഞാനൊരു പാവ മൊബൈൽ കടക്കാരനല്ലേ ഈ പഞ്ചായത്തിലുള്ള എല്ലാ ഫോണും എന്റെ കയ്യിൽ വരും നീ കനകാന്റിക്ക് ഫോൺ കൊടുത്തേ അത് ബുദ്ധിമുട്ടാവുമല്ലോ ബുദ്ധിമുട്ടാണെന്നാ ശിവ ഇതെന്തോന്നത് നീ എന്തൊക്കെയാ പറയുന്നേ നീ കളിക്കാതെ കനകാന്റിക്ക് ഫോൺ കൊടുത്തേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം നിങ്ങളൊരു പാമ്പിനെയാണ് നോവിച്ചിട്ടത് വെറും പാമ്പല്ല മൂർഖം പാമ്പ് ശിവേ ഞാൻ പറയുന്ന കേക്ക് നീ കനകാന്റിക്ക് ഫോൺ കൊടുക്ക് ആരും വയലന്റ് ആവരുത് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്റെ കാര്യത്തില് ഒരു അനുകൂലമായ തീരുമാനം നിങ്ങൾ എടുക്കണം എത്തിയില്ലെങ്കിൽ അങ്ങനെ പറയല്ലേ നിങ്ങൾ പ്രശ്നം വഷളാക്കാതിരിക്കുക നിങ്ങൾ എന്റെ കാര്യത്തിൽ ഒരു അനുകൂലമായ തീരുമാനം എടുക്കുക ശിവേ ചുമ്മാ കളിക്കല്ലേ നിനക്ക് നമ്മുടെ സ്വഭാവം അറിയാലോ നീ മര്യാദയ്ക്ക് കനകാന്റിക്ക് ഫോൺ കൊടുക്കുക പറ്റത്തില്ല എന്താ കനകാന്റിയെ ഞാൻ തട്ടിക്കൊണ്ടുവന്നിരിക്കുക ശിബു എന്താ കാര്യം പറ അയ്യോ കനകാന്റി കനകാന്റി കേശവ് എന്താ മോളെ കാര്യം പറ എനിക്ക് എങ്ങനെ അറിയാനും വാ ഇങ്ങോട്ട്. എന്ത് പറ്റിയത്?